നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച ചെയ്യേണ്ട ഒരു ലക്ഷ്മി പൂജയെ കുറിച്ചാണ്. എന്താണ് ഈ തിങ്കളാഴ്ചത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, തിങ്കളാഴ്ച കർക്കിടകം 18 ഇത് കൂടാതെ പഞ്ചമി തിഥിയും ഉത്രട്ടാതി നക്ഷത്രവും തിങ്കളാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. പഞ്ചമി തിഥി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയുമായി വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തിഥിയാണ് പഞ്ചമി തിഥി. കാർത്തിക മാസത്തിലെ പഞ്ചമി തിഥിയിൽ മഹാലക്ഷ്മി ഉത്ഭവിച്ചതായിട്ടാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനം രാശിയിലെ നക്ഷത്രമാണ്. മീനം രാശിയിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങളാണ്. അതിൽ തന്നെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ നമ്മൾ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അതും മഹാലക്ഷ്മിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. തിങ്കളാഴ്ച നമ്മൾ സാധാരണ ശിവപൂജയാണ് ചെയ്യാറുള്ളത്. തിങ്കളാഴ്ച നമ്മൾ ചെയ്യുന്ന ഒരു ലക്ഷ്മി പൂജയെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാതള അല്ലികളും 1 രൂപ കോയിനുമായി മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യുന്നത് തിങ്കളാഴ്ചകളിലാണ്. തിങ്കളാഴ്ചകളിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ചയും ചെയ്യാവുന്നതാണ്. എന്നാൽ തിങ്കളാഴ്ച ആണ് ആ ഒരു പൂജ നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. അപ്പോൾ മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള തിഥിയും നക്ഷത്രവും ആഴ്ചയും ഒന്നിച്ചു വരുന്ന ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുമ്പോൾ നമുക്ക് സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഒക്കെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ദേവി നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ നമ്മൾ 3 നേരമാണ് ഈ ഒരു ദിവസം പൂജ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഒരു പലകയെടുത്ത് അതിൽ സൗന്ദര്യ ലഹരിയിലെ 2ാമത്തെ കോലമാണ് വരയ്ക്കേണ്ടത്. 2ാമത്തെ കോലത്തിന്റെ പടം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് രാവിലെ തന്നെ അരിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ മാക്കോലമായിട്ടോ വരയ്ക്കാവുന്നതാണ്. സൗന്ദര്യ ലഹരിയിലെ 2ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബലം നമുക്ക് നൽകുന്ന, അനുഗ്രഹം നമുക്ക് നൽകുന്ന ഒരു ശ്ലോകം കൂടിയാണ്. ഹ്രീം എന്ന ബീജാക്ഷരമുള്ള ശ്ലോകം കൂടിയാണ് ഈ 2ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. ഈ ഒരു കോലമാണ് നമ്മൾ മഹാലക്ഷ്മിയായി സങ്കല്പിച്ച് പൂജകളൊക്കെ തന്നെ ചെയ്യേണ്ടത്. തിങ്കളാഴ്ച 3 സമയങ്ങളിലാണ് നമ്മൾ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പൂജ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം എന്ന് പറഞ്ഞാൽ കൂവള ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. കൂവള ഇല ഇല്ലാത്തവർക്ക് മൈലാഞ്ചി ഇല കൊണ്ടോ അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ പൂക്കൾ കൊണ്ടോ ഒക്കെ അർച്ചന ചെയ്യാവുന്നതാണ്. ഇതൊന്നും അവൈലബിൾ അല്ലാത്തവർ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. നമ്മൾ ഈ ഒരു ദിവസം 3 തവണയാണ് പൂജ ചെയ്യേണ്ടത്. രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും സന്ധ്യയ്ക്ക് 6 മണിക്കും. ഈ 3 സമയങ്ങളിൽ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോഴാണ് ഈ ഒരു ദിവസത്തിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആടിപ്പെരുക്ക് കൂടിയാണ്. തമിഴ്നാട്ടിലൊക്കെ തന്നെ സ്ത്രീകൾ കാലിച്ചരട് മാറ്റുന്ന ദിവസം കൂടിയാണ് ആടിപ്പെരുക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല നദികളുടെ തീരത്ത് പോയി നദികളെയൊക്കെ പൂജിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. കനകധാര സ്തോത്രമാണ് ചൊല്ലി അർച്ചന ചെയ്യേണ്ടത്. രാവിലെ 6 മണിക്കാണ്. പാൽപായസമാണ് നിവേദ്യമായി സമർപ്പിക്കേണ്ടത്. അപ്പോൾ അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ബുക്ക് എടുക്കുക. പുതിയൊരു ബുക്ക് എടുക്കാവുന്നതാണ്. ബുക്കിൽ 3 തവണ, അതായത് 6 മണിയുടെ പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രീൻ കളർ ഇങ്ക് കൊണ്ട് ആ വെള്ള പേപ്പറിൽ 3 തവണ നമ്മുടെ ആഗ്രഹം എഴുതണം. എന്താണ് നമ്മുടെ ആഗ്രഹം? നമുക്ക് പണം വരണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം പണം വേണം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം പണം വേണമെന്ന് എഴുതാം. അല്ലെങ്കിൽ ജോലി വേണം, വീട് വേണം, എന്താണ് നമ്മുടെ ആഗ്രഹം അത് നമുക്ക് ഒറ്റ ലൈനിലായിട്ട് എഴുതാവുന്നതാണ്. 3 തവണയാണ് എഴുതേണ്ടത്. ഇനി 2ാമത് നമ്മൾ പൂജ ചെയ്യുന്നത് 12 മണിക്കാണ്. 12 മണിക്കും ഇതുപോലെ തന്നെ കനകധാര സ്തോത്രം ചൊല്ലി അർച്ചന ചെയ്യാം. അപ്പോൾ നമുക്ക് മുല്ലപ്പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. 12 മണിക്ക് പൂജ ചെയ്യുമ്പോൾ നിവേദ്യമായിട്ട് ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന ശർക്കര ഒരു 8 എണ്ണം, അതായത് 8 ലക്ഷ്മിമാരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 എണ്ണം വയ്ക്കാവുന്നതാണ് ശർക്കര. ഇപ്പോൾ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കാത്തവർക്ക് ശർക്കര മാത്രം വയ്ക്കാവുന്നതാണ്. കനകധാര സ്തോത്രം ചൊല്ലി ധൂപദീപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ആ ബുക്ക് തന്നെ വീണ്ടും എടുത്ത്, രാവിലെ നമ്മൾ 6 മണിയുടെ പൂജ കഴിഞ്ഞ് 3 തവണ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 1 മുതൽ 6 വരെ നമ്പർ ഇട്ടിട്ട് വീണ്ടും 6 തവണയാണ് നമ്മുടെ ആഗ്രഹം എഴുതേണ്ടത്. അപ്പോൾ രാവിലെ എഴുതിയ അതേ ആഗ്രഹം തന്നെയാണ് ഉച്ചയ്ക്കും എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് 3 ടൈംസ് എഴുതി, പിന്നെ 6 ടൈംസ് എഴുതി.
ഇനി നമുക്ക് അടുത്ത പൂജ വൈകുന്നേരം 6 മണിക്കാണ്. 6 മണിക്ക് പൂജയ്ക്ക് പൂക്കൾ കൂവളയില, മൈലാഞ്ചി ഇല, മുല്ലപ്പൂക്കൾ, ചുവന്ന ചെമ്പരത്തി 5 ഇതളുള്ള ചെമ്പരത്തി പൂക്കൾ, അല്ലെങ്കിൽ മാതളത്തിന്റെ പൂക്കൾ കിട്ടുമെന്നുണ്ടെങ്കിൽ മാതളപ്പൂക്കൾ, ഇതൊക്കെയാണ് 6 മണി പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് കനകധാരാ സ്തോത്രവും മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലിയാണ് അർച്ചന ചെയ്യേണ്ടത്. രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും കനകധാരാ സ്തോത്രം മാത്രമാണ് നമ്മൾ ചൊല്ലുന്നത്. സന്ധ്യയ്ക്ക് 6 മണിക്ക് കനകധാരാ സ്തോത്രവും ചൊല്ലണം, മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലണം. സന്ധ്യയ്ക്കുള്ള പൂജ കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ബുക്ക് എടുക്കുക, അതിൽ 9 തവണ നമ്മുടെ ആഗ്രഹം എഴുതുക. അപ്പോൾ നമ്മൾ എത്ര തവണ എഴുതി കഴിഞ്ഞു? 369 ടൈംസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 369 എന്ന ഏഞ്ചൽ നമ്പർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. രാവിലെ 3 തവണ നമ്മുടെ ആഗ്രഹം എഴുതി, ഉച്ചയ്ക്ക് 12 മണിക്ക് 6 തവണ ആഗ്രഹം എഴുതി, വൈകുന്നേരം 6 മണിക്ക് വീണ്ടും 9 തവണ നമ്മുടെ ആഗ്രഹം എഴുതി. ഇനി ഈ ഒരു കാര്യം നമുക്ക് അടുത്ത 48 ദിവസവും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ 6 മണിക്ക് ബുക്ക് എടുക്കുക, അതേ ആഗ്രഹം എഴുതുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും ബുക്ക് എടുത്ത് അതേ ആഗ്രഹം എഴുതുക. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. 9 തവണ എഴുതുക. ഇങ്ങനെ 48 ഡേയ്സ് നമ്മുടെ ആഗ്രഹം മാത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ബുക്ക് കൂടി കൊണ്ടുപോയി അവിടെ ഇരുന്ന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹം എഴുതാവുന്നതാണ്. ആദ്യത്തെ ദിവസം മാത്രമാണ് നമ്മൾ ഈ പൂജ ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് പൂജ ചെയ്യുമ്പോഴും പാൽപ്പായസം തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. 3 പ്രാവശ്യം നമ്മൾ പൂജ ചെയ്യുമ്പോഴും ഓരോ തവണ പൂജ കഴിയുമ്പോഴും കൊച്ചു കുട്ടികളെ വിളിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ചോക്ലേറ്റ് കൊടുക്കാം. ആദ്യത്തെ പൂജ രാവിലെ കഴിയുമ്പോൾ കൊച്ചു കുട്ടികളെ വിളിച്ച്, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിളിച്ച് അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഉച്ചയ്ക്ക് പൂജ കഴിഞ്ഞാൽ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക്, അതായത് കന്യകമാർക്ക് എന്നാണ് പറയാറുള്ളത്, അവർക്ക് കൊടുക്കാം. 6 മണിക്ക് സന്ധ്യയ്ക്ക് പൂജ കഴിഞ്ഞാൽ വിവാഹിതരായ സ്ത്രീകൾ, മധ്യവയസ്സായിട്ടുള്ള സ്ത്രീകളെ വിളിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതും സ്വീറ്റ്സ് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ ദേവിക്ക് വെക്കുന്ന നിവേദ്യം പൂജ ചെയ്യുന്ന ആളും ആ വീട്ടിലുള്ളവർ, അതായത് അച്ഛൻ, അമ്മ, മക്കൾ, അവർ മാത്രമാണ് ദേവിക്ക് വെക്കുന്ന നിവേദ്യം കഴിക്കേണ്ടത്. പുറത്തുനിന്ന് വരുന്നവർക്ക്, പുറത്തുനിന്ന് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായി പ്രത്യേകം സ്വീറ്റ്സ് വാങ്ങി വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ കുട്ടികളെ ഒന്നും ഈ ഒരു സമയത്ത് കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീടിനടുത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചോക്ലേറ്റോ സ്വീറ്റ്സോ ഒക്കെ വാങ്ങി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികളെയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ കുട്ടികളെ ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പൂജ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ പലരും അതൊന്നും അക്സെപ്റ്റ് ചെയ്തു എന്നും വരില്ല. അതുകൊണ്ട് ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതിന് ഒരു പലകയിൽ ഈ ഒരു കോലം മാത്രം വരച്ചാൽ മതി. ആ കോലത്തിനാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. അർച്ചനയ്ക്ക് ഉപയോഗിക്കേണ്ട ഇലകളും പൂക്കളെയും കുറിച്ച് പറഞ്ഞു. അതിലേതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് അർച്ചന ചെയ്യാം. രാവിലെയും ഉച്ചയ്ക്കും കനകധാരാ സ്തോത്രം മാത്രമാണ് ചൊല്ലേണ്ടത്. സന്ധ്യയ്ക്ക് 6 മണിക്ക് കനകധാരാ സ്തോത്രത്തോടൊപ്പം തന്നെ മഹാലക്ഷ്മി അഷ്ടകവും ചൊല്ലണം. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക് അനുസരിച്ച് നമ്മുടെ ആഗ്രഹം എഴുതാൻ തുടങ്ങിയത് അടുത്ത 48 ഡേയ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഒരു പുതിയ നോട്ട്ബുക്കിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നമുക്ക് നമ്മുടെ ആഗ്രഹം 48 ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചു കിട്ടും. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം മാത്രമാണ് 3 സമയത്ത് നമ്മൾ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്. 2ാമത്തെ ദിവസം മുതൽ നമ്മൾ ആ ബുക്കിൽ എഴുതുക മാത്രം ചെയ്താൽ മതി. രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും സന്ധ്യയ്ക്ക് 6 മണിക്കും പൂജ ചെയ്യുമ്പോൾ ഒരു നിലവിളക്കോ അല്ലെങ്കിൽ ഒരു ലക്ഷ്മി വിളക്കോ കൊളുത്തി വെച്ച് ഈ പൂജ ചെയ്യാവുന്നതാണ്. 3 നേരവും ദീപ ധൂപ ആരതി എടുത്ത് വേണം നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതി എടുക്കേണ്ടത്. പൂജ തുടങ്ങുന്നതിന് മുൻപ് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പൂജ തുടങ്ങേണ്ടത്. മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കാൻ സാധിക്കുന്നവർക്ക് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കാവുന്നതാണ്.
മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കിയാൽ അടുത്ത ദിവസം രാവിലെ വെള്ളത്തിൽ അലിയിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ വേണം ഒഴിക്കേണ്ടത്. മുഖത്തിടുന്നതിന് വേണ്ടിയും എടുക്കാവുന്നതാണ്. ഏതൊരു പൂജ തുടങ്ങുമ്പോഴും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പൂജ തുടങ്ങേണ്ടത്. നമ്മൾ രാവിലെ വരച്ച കോലത്തിന് തന്നെയാണ് 3 തവണയും അർച്ചന ചെയ്യേണ്ടത്. ഓരോ തവണയും കോലം മാറ്റേണ്ട ആവശ്യമില്ല. കോലത്തിനടുത്തായിട്ട് ഒരു വാഴയിലയോ പ്ലേറ്റോ വെച്ച് അതിലേക്ക് വേണം പൂക്കളിട്ട് അർച്ചന ചെയ്യേണ്ടത്. 48 ദിവസത്തിനിടയിൽ നമുക്ക് പീരിയഡ്സ്, പുലവാലായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ദിവസത്തെ പൂജ മാത്രമാണ് നമ്മൾ ശുദ്ധമായി ചെയ്യേണ്ടത്. അതിനുശേഷമുള്ള 47 ഡേയ്സ് നമ്മുടെ ആഗ്രഹം എഴുതുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.